ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ ഇന്റർവ്യൂസിലൊക്കെ വന്നിരിക്കുമ്പോഴത്തേനും അവർ അതിൻ്റെതായ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവൻ പറയുക. ധ്യാൻ വന്നിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പേടിയാണ്. സിദ്ദിഖായിക്കും അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് പേടി. ഇവൻ എന്താണോ ദൈവമേ പറയാൻ പോകുന്നത്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനാ. ബാക്കി പറ. ഇദ്ദേഹം സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും ഹ്യൂമൻ സെൻസ് ഉള്ള ഒരു പ്രൊഡ്യൂസർ വരാറുണ്ട്. നീ തീർന്നടാ, നീ തീർന്നു. പണി പഠിക്കാനായിട്ട് എല്ലാവർക്കും തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ഞങ്ങൾക്ക് സന്തോഷം എപ്പോഴാന്ന് അറിയോ? ഞങ്ങൾക്ക് തിയേറ്ററിന്റെ ബുക്ക് മൈ ഷോയിൽ പോകുമ്പോൾ നമുക്ക് ഓറഞ്ച് കത്തി കിടക്കുന്നതാണ് നമ്മുടെ ഒരു സന്തോഷം. ഞങ്ങൾ ആലോചിച്ച ദിലീപേട്ടനെ മാറ്റിയാലോ എന്നാണ്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ശരിക്കും നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അതെ, അതിന് എന്റെ ജീവിതത്തോട് ചിലത് കണക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യം അല്ല. നായികയെ കണ്ടപ്പം തന്നെ ക്രഷ് അടിച്ചു കേട്ടോ. അത് കണ്ട ഞങ്ങൾക്കും തോന്നി. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഈ ആനയെടുത്ത് കളിച്ചോണ്ടിരുന്നോ? നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. ഇങ്ങനെ ഫണ്ണായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോ വിഷമമുണ്ടോ? ഇതിനൊക്കെ എന്ത് വിഷമം? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ചെറുപ്പത്തില് കുട്ടിക്കാലം മുതൽ കാണാൻ പിന്നെ ആ ഒരു കൂട്ടത്തില് മൂത്ത മോൻ മാത്രം പണിക്ക് പോകുന്നു, ബാക്കി രണ്ടുപേരും വെറുതെ ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ അപ്പനെ പറയത്തില്ലായിരുന്നോ എന്തേലും പണിക്ക് പോടാ? അപ്പനും വെറുതെ ഇരുന്നല്ലേ. എന്തായാലും ഒരു കാര്യം, അതുകൊണ്ട് താങ്ക് യു.